2022 ബഹിരാകാശത്തിന്റെ വിദൂരതയിൽ നിന്നും തുടർച്ചയായിട്ട് വന്ന ഒരു സിഗ്നലിനെ ജ്യോതിശാസ്ത്രജ്ഞർ ഡിറ്റക്ട് ചെയ്തു. ഈ സിഗ്നൽ ഓരോ തവണ വരുമ്പോഴും 1/2 മിനിറ്റ് നേരം മുതൽ 5 മിനിറ്റുകൾ നേരത്തേക്ക് വരെ നീണ്ടു നിൽക്കും. എന്നാൽ ഇതിന്റെ വിചിത്രമായ പ്രത്യേകത എന്താണെന്നാൽ 22 മിനിറ്റുകളുടെ കൃത്യമായ ഇടവേളകളിലാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ സാങ്കേതിക വിദ്യകളിൽ നിന്നുമാണ് ഇത്രയും കൃത്യമായ ഇടവേളകളിൽ സിഗ്നലുകൾ വരുന്നത്. അതിനേക്കാൾ വലിയ അത്ഭുതം എന്താണെന്നാൽ ഡാറ്റ പരിശോധിച്ച് നോക്കിയപ്പോൾ കുറഞ്ഞത് 1988 മുതലെങ്കിലും ഈ സിഗ്നൽ ഭൂമിയിലേക്ക് വരുന്നുണ്ടായിരുന്നുവെന്ന് കണ്ടുപിടിക്കാനിടയായി. അതായത് കഴിഞ്ഞ 35 വർഷങ്ങളായി യഥാർത്ഥത്തിൽ ഇതിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതുപോലെ ഇടവേളകളിൽ വന്നുകൊണ്ടിരിക്കുന്ന സിഗ്നലുകളെ മുൻപും നമ്മൾ പല തവണ കണ്ടിട്ടുള്ളതാണ്. അതിനു കാരണമാകുന്ന പല വിസ്മയങ്ങളും നമ്മുടെ മഹാപ്രപഞ്ചത്തിലുണ്ട്. പക്ഷെ ഇത്രയും കൃത്യമായ ഇടവേളകളിൽ, അതും ഇത്രയേറെ വർഷക്കാലം ഒരു മാറ്റവുമില്ലാതെ തുടർച്ചയായി വരുന്ന ഒരു സിഗ്നലിനെ മുൻപൊരിക്കലും ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ നിഗൂഢമായ സിഗ്നലിന്റെ ഉറവിടം ശരിക്കും എന്തായിരിക്കും? ഒരുപക്ഷെ അന്യഗ്രഹ ജീവികളുടെ സിഗ്നൽ ആയിരിക്കുമോ? നമുക്ക് നോക്കാം. ഏകദേശം 15,000 പ്രകാശവർഷങ്ങൾക്കകലെ നിന്നുമാണ് ഈ സിഗ്നൽ വരുന്നത്. GPM J1839110 എന്നാണ് ഈ സിഗ്നൽ വരുന്ന സ്ഥലത്തിന് നൽകിയിരിക്കുന്ന പേര്. 15,000 ലൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെ നിലനിൽക്കുന്നതാണ്. പൾസേറ്റ് ചെയ്യപ്പെടുന്ന, അതായത് കൃത്യമായ ഇടവേളകളിൽ സിഗ്നൽസ് വരുന്ന പല പ്രതിഭാസങ്ങളും നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട്. ഉദാഹരണത്തിന് സെഫീദ് വേരിയബിൾ നക്ഷത്രങ്ങൾ, പരസ്പരം വലം വയ്ക്കുന്ന ബൈനറി നക്ഷത്രങ്ങൾ, ക്വാസാറുകൾ, അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷെ ഈ പ്രതിഭാസങ്ങളെല്ലാം തന്നെ പല ദിവസങ്ങൾ മുതൽ പല വർഷങ്ങളോളം കാലത്തിന്റെ ഇടവേളകളിൽ സംഭവിക്കുന്നവയാണ്. എന്നാൽ മിനിറ്റുകൾ നേരത്തെ ഇടവേളകളിൽ പൾസേറ്റ് ചെയ്യുന്ന ഒരേ ഒരു തരം വസ്തു പൾസാർ നക്ഷത്രങ്ങൾ മാത്രമാണ്. പണ്ടത്തെ ഡാറ്റയിൽ തിരഞ്ഞപ്പോൾ അതിലും ഈ സിഗ്നലിനെ ജ്യോതിശാസ്ത്രജ്ഞർക്ക് കാണാൻ പറ്റി. അങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോഴാണ് ഇതിനെ കഴിഞ്ഞ 35 വർഷക്കാലമായിട്ട് നമ്മുടെ ഒബ്സർവേറ്ററുകൾ നിരന്തരമായി ഡിറ്റക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ പഴയ ഡാറ്റയും ഇപ്പോഴത്തെ ഡാറ്റയും തമ്മിൽ താരതമ്യം ചെയ്ത് പരിശോധിച്ച് നോക്കി. അപ്പോഴാണ് ഒരു അത്ഭുതാവഹമായ കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്താണെന്നാൽ പഴയ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ കണക്കുകൂട്ടി നോക്കിയപ്പോൾ ഈ സിഗ്നൽ പുറത്തുവിടുന്ന വസ്തു 21 മിനിറ്റുകളും 58 സെക്കൻഡുകളും എടുത്താണ് ഒരു തവണ കറങ്ങുന്നത്. ഇന്ന് ഇതിന്റെ വേഗത എത്രത്തോളം കുറഞ്ഞുവെന്ന് നോക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നിലവിലത്തെ വേഗതയും കണക്കുകൂട്ടി നോക്കി. എന്നാൽ പണ്ടത്തെ അതേ വേഗത്തിൽ തന്നെയാണ് അതിപ്പോഴും കറങ്ങുന്നത്. അത് ശാസ്ത്രജ്ഞരെ ശരിക്കും അതിശയിപ്പിച്ചു. കാരണം പൾസാറുകളുടെ ഊർജം വളരെ വേഗം പുറത്തു വമിക്കുന്നതിനാൽ കാലക്രമേണ അത് കറങ്ങുന്ന വേഗത കുറയേണ്ടതാണ്. പക്ഷെ ഈ വസ്തുവിന്റെ 21 മിനിറ്റ് 58 സെക്കൻഡ്സ് എന്ന വേഗതയിൽ പരമാവധി 0.2 മില്ലി സെക്കൻഡ് മാത്രമേ കൂടിയിട്ടുള്ളൂ. അതും ഒരു സംശയം മാത്രമാണ്. നിരീക്ഷണത്തിൽ വേഗതയിൽ യാതൊരു വ്യത്യാസവും കണ്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഇതെന്ത് തരം വസ്തുവാണെങ്കിലും അത് വളരെയേറെ സ്ഥിരതയോടെ നിലനിൽക്കുകയാണ്. ഇത്രയേറെ കാലങ്ങൾ സ്ഥിരതയോടെ നിലനിൽക്കുക എന്നതും കൃത്യമായ ഇടവേളകളിൽ പൾസേറ്റ് ചെയ്യുക എന്നതും സാധാരണ പൾസാർ നക്ഷത്രങ്ങളുടെ സ്വഭാവം തന്നെയാണ്. പക്ഷേ ഇതിനെ അപൂർവമാക്കുന്നത് ഇത് കറങ്ങുന്ന വേഗതയാണ്. വലിയ നക്ഷത്രങ്ങൾ ഗംഭീരമായ വിസ്ഫോടനങ്ങളിലൂടെ നശിക്കുമ്പോൾ അവയുടെ അവശേഷിക്കുന്ന കോർ ഭാഗമാണ് ന്യൂട്രോൺ നക്ഷത്രങ്ങളാകുന്നത്. ഈ ന്യൂട്രോൺ നക്ഷത്രങ്ങളുടെ ഒരു വകഭേദമാണ് പൾസാർ നക്ഷത്രങ്ങൾ. വിസ്ഫോടനത്തിൽ വലിപ്പം കുറയുന്നതിനാൽ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം കാരണം പൾസാർസ് ഉൾപ്പെടെയുള്ള എല്ലാ ന്യൂട്രോൺ നക്ഷത്രങ്ങളും അത്യധികം വേഗത്തിലായിരിക്കും കറങ്ങുന്നത്. വേഗത്തിലെന്ന് വെച്ചാൽ സെക്കൻഡിൽ 100 കണക്കിന് തവണ വരെ കറങ്ങും. ഇത്രയും വേഗത്തിൽ കറങ്ങുന്നത് കാരണമാണ് അവയുടെ അതിശക്തമായ കാന്തിക വലയത്തിന്റെ ഇടപെടലിലൂടെ പൾസാർ നക്ഷത്രങ്ങളുടെ ധ്രുവങ്ങളിൽ നിന്നും പ്രകാശം പുറത്തു വരുന്നത്. ലൈറ്റ് ഹൗസിൽ നിന്നുമുള്ള പ്രകാശം പോലെ പൾസാറിൽ നിന്നുമുള്ള പ്രകാശം ഭൂമിക്ക് നേരെ വരുമ്പോഴാണ് നമുക്കതിനെ പൾസേറ്റ് ചെയ്യുന്ന രീതിയിൽ കാണാൻ കഴിയുന്നത്. പക്ഷെ ഈ പ്രകാശം ദൃശ്യപ്രകാശമൊന്നുമല്ല. അതായത് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതല്ല, മറിച്ച് റേഡിയോ തരംഗങ്ങളാണ്. നമ്മുടെ റേഡിയോ ടെലിസ്കോപ്പുകൾക്ക് മാത്രമേ അത് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ പ്രകാശത്തിന്റെ രൂപത്തിൽ പൾസാറുകളിൽ നിന്ന് ഊർജം നഷ്ടമാകുന്നതിനനുസരിച്ച് അതിന്റെ കറക്കത്തിന്റെ വേഗതയും കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കാലക്രമേണ ഒരു പൾസാറിന്റെ വേഗത തീരെ കുറയും. അതോടെ അതിന്റെ ധ്രുവങ്ങളിൽ നിന്നുമുള്ള ഊർജ പ്രവാഹവും പതിയെ പതിയെ നിലയ്ക്കാൻ തുടങ്ങും. ഡെത്ത് വാലി എന്നാണ് പൾസാറുകളുടെ ഈ ഒരു ഘട്ടത്തിനെ പറയുന്നത്.
ഒരു തരത്തിൽ ഇത് പൾസാറുകളുടെ അന്ത്യഘട്ടം തന്നെയാണ്. അതുകൊണ്ടാണ് ഡെത്ത് വാലി എന്ന് പറയുന്നത്. ഈ ഘട്ടം കഴിഞ്ഞാൽ ഊർജ്ജ പ്രവാഹം പൂർണ്ണമായും നിലച്ചുവെന്നാണ് അർത്ഥം. അങ്ങനെ ഡെത്ത് വാലി ഘട്ടം കടന്ന് ഒരു പൾസാർ സ്റ്റാറിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കില്ല. ഈ ഘട്ടത്തിൽ എത്തുമ്പോഴും സെക്കൻഡിൽ 1 തവണ മുതൽ 10 തവണ വരെ പൾസാർ നക്ഷത്രങ്ങൾ കറങ്ങാറുണ്ട്. എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന വസ്തു 22 മിനിറ്റിൽ 1 തവണ മാത്രമാണ് കറങ്ങുന്നത്. എന്നുവെച്ചാൽ ഒരു സാധാരണ പൾസാർ കറങ്ങുന്നതിന്റെ 1000 മടങ്ങ് കുറഞ്ഞ വേഗത്തിൽ. ഇതൊരു പൾസാർ ആയിരുന്നെങ്കിൽ ഇങ്ങനെ പൾസേറ്റ് ചെയ്യുക എന്നത് അസാധ്യമാണ്. എന്നാൽ അത് പൾസേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്കതിനെ കാണാൻ പറ്റിയത്. പക്ഷെ ഇത്രയും പതിയെ കറങ്ങുന്ന ഒരു ന്യൂട്രോൺ നക്ഷത്രം എങ്ങനെയാണ് പൾസേറ്റ് ചെയ്യുന്നത്? ഇത് തീരെ സ്ഥിരത കുറഞ്ഞ, അതായത് ഇതിന്റെ വേഗത വളരെ പെട്ടെന്ന് കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിലും സമീപകാലത്ത് ഇതിന്റെ വേഗത കുറഞ്ഞതായിരിക്കുമെന്ന് കരുതാമായിരുന്നു. പക്ഷേ 35 വർഷങ്ങളായിട്ടും ഇതിന്റെ വേഗതയിൽ ഒരു വ്യത്യാസവും ഇല്ലാത്തതിനാൽ ഇത് വളരെയേറെ സ്ഥിരതയുള്ള ഒരു വസ്തുവാണെന്ന കാര്യം വ്യക്തമാണ്. അപ്പോൾ പിന്നെ ഇതൊരു പൾസാർ ആയിരിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. അങ്ങനെയെങ്കിൽ ഈ വസ്തു പിന്നെ എന്താണ്? ഒരുപക്ഷെ ഇതൊരു മാഗ്നറ്റാർ ആയിരിക്കുമെന്നാണ് ചില ജ്യോതിശാസ്ത്രജ്ഞർ സംശയിക്കുന്നത്. ന്യൂട്രോൺ നക്ഷത്രങ്ങളുടെ മറ്റൊരു വകഭേദങ്ങളാണ് മാഗ്നറ്റാർ നക്ഷത്രങ്ങൾ. സാധാരണ ന്യൂട്രോൺ നക്ഷത്രങ്ങൾക്ക് പോലും ഭൂമിയുടെ കാന്തിക വലയത്തിന്റെ പല ലക്ഷം കോടി മടങ്ങ് ശക്തിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. എന്നാൽ മാഗ്നറ്റാറുകൾക്കാണെങ്കിൽ ഒരു ശരാശരി ന്യൂട്രോൺ നക്ഷത്രത്തിന്റെ 1000കണക്കിനും 10000കണക്കിനും മടങ്ങ് ശക്തിയുണ്ടായിരിക്കും. അപ്പോൾ അത്രയേറെ തീവ്രമായ വസ്തുക്കളാണ് മാഗ്നറ്റാർ നക്ഷത്രങ്ങൾ. ഈ മാഗ്നറ്റാറുകളിൽ ചില സമയങ്ങളിൽ സ്റ്റാർ ക്വേക്ക് സംഭവിക്കാറുണ്ട്. മാഗ്നറ്റാറിൽ സംഭവിക്കുന്ന കമ്പനങ്ങളും അതിന്റെ അതിശക്തമായ മാഗ്നറ്റിക് ഫീൽഡും കാരണം അതിൽ നിന്നും ക്ഷിപ്രനേരം കൊണ്ട് പുറന്തള്ളപ്പെടുന്ന ഒരുതരം ഊർജ്ജ പ്രവാഹമാണ് സ്റ്റാർ ക്വേക്ക്. ഈ സ്റ്റാർ ക്വേക്സ് വളരെയേറെ ശക്തിശാലികളായിരിക്കും. അതുകൊണ്ടാണ് ഒരുപാട് അകലെയാണെങ്കിൽ പോലും സ്റ്റാർ ക്വേക്സിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ സ്റ്റാർ ക്വേക്ക് സംഭവിച്ചത് SGR 180620 എന്നൊരു മാഗ്നറ്റാറിലാണ്. 2004 ഇതിൽ സംഭവിച്ച ഏറ്റവും ശക്തമായ സ്റ്റാർ ക്വേക്കിനെ ഡിറ്റക്ട് ചെയ്തത്. എത്രത്തോളം ശക്തമായിരുന്നുവെന്നാൽ ഇത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്നും പല ദശപ്രകാശ വർഷങ്ങൾക്കകലെയാണ് സംഭവിച്ചിരുന്നതെങ്കിൽ പോലും അത് നമ്മുടെ ഭൂമിയിൽ വലിയൊരു മഹാവംശനാശമുണ്ടാക്കിയേനെ. അത്രയും തീവ്രമായ പ്രതിഭാസങ്ങളാണ് സ്റ്റാർ ക്വേക്കുകൾ. ഭാഗ്യവശാൽ മിൽക്കി വേയിൽ നമ്മൾ നിൽക്കുന്നതിന്റെ മറുവശത്തിൽ ഏകദേശം 45,000 പ്രകാശ വർഷങ്ങൾക്കകലെയാണ് ഈ സ്റ്റാർ ക്വേക്ക് സംഭവിച്ചത്. ഒരുപക്ഷെ ഇങ്ങനെ സ്റ്റാർ ക്വേക്ക് സംഭവിച്ചതിലൂടെ പുറത്തു വന്ന ഊർജം കാരണമായിരിക്കും ഇത് പൾസേറ്റ് ചെയ്യുന്നത്. എന്നാൽ സ്റ്റാർ ക്വേക്സിൽ നിന്നും വമിക്കുന്ന ഊർജത്തിൽ സാധാരണ വൻതോതിലുള്ള എക്സ്റേ കിരണങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ ഈ സിഗ്നൽ വരുന്ന സ്ഥലത്തിൽ നിന്നും എക്സ്റേ കിരണങ്ങളെ ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, സ്റ്റാർ ക്വേക്ക് എന്നത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതിൽ നിന്നുമുള്ള ഊർജം പല മാസങ്ങൾ മുതൽ ഏതാനും ചില വർഷങ്ങൾക്കുള്ളിൽ തന്നെ തീരും. അല്ലാതെ പല ദശകങ്ങളോളം കാലമൊന്നും നിലനിൽക്കില്ല. അപ്പോൾ പിന്നെ ഇതൊരു മാഗ്നറ്റാർ ആയിരിക്കാനുള്ള സാധ്യതയും തീരെ കുറവാണ്. മാഗ്നറ്റാർ സ്റ്റാർസിന് പുറമെ മറ്റ് പല ആശയങ്ങളും ഇതിന് പിന്നിലുണ്ട്. ഉദാഹരണത്തിന് ഇത് അത്യധികം തീവ്രമായ മാഗ്നറ്റിക് ഫീൽഡുള്ള ഒരു വൈറ്റ് ഡ്വാർഫ് ആയിരിക്കാമെന്ന് ചില ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. ചെറിയ നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ അതിൽ അവശേഷിക്കുന്ന വസ്തുക്കളാണ് വൈറ്റ് ഡ്വാർഫുകൾ. ന്യൂട്രോൺ നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ഇവ പൊതുവെ വളരെ പതിയെ കറങ്ങുന്ന വസ്തുക്കളാണ്. ആവശ്യത്തിനുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ വൈറ്റ് ഡ്വാർഫുകൾക്കും പൾസാറുകളെ പോലെ ഊർജം പുറത്തുവിടാനാകും. അത്തരം വൈറ്റ് ഡ്വാർഫുകളെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ ഇത്രയും ശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് ഒരു വൈറ്റ് ഡ്വാർഫിനുണ്ടായിരിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതുവരേക്കും വെറും 2 വൈറ്റ് ഡ്വാർഫുകളിൽ മാത്രമേ ഈ പ്രതിഭാസം നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ വൈറ്റ് ഡ്വാർഫുകൾക്കാണെങ്കിൽ പുതിയ സിഗ്നലിന്റെ 1000കണക്കിന് മടങ്ങ് തീവ്രത കുറവാണ്. അപ്പോൾ പിന്നെ വൈറ്റ് ഡ്വാർഫ് ആയിരിക്കാനുള്ള സാധ്യതയും കുറവാണ്. ഇനി ഒരു പക്ഷേ ഇതൊരു ബൈനറി സിസ്റ്റം ആയിരിക്കുമെന്ന് സംശയിക്കാമായിരുന്നു. എന്നാൽ ഇതിൽ നിന്നും ദൃശ്യപ്രകാശം പുറത്തു വരാത്തതിനാൽ എന്തായാലും ഇതൊരു നക്ഷത്രമായിരിക്കാനും സാധ്യതയില്ല. ഇനി ബ്രൗൺ ഡ്വാർഫുകളെ ഇതിന് പിന്നിൽ വയ്ക്കാമായിരുന്നു. നക്ഷത്രങ്ങളാകാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയതിനാൽ ഗ്രഹങ്ങളുടെ ഗണത്തിൽ പെടുത്തിയിരിക്കുന്ന വസ്തുക്കളാണ് ബ്രൗൺ ഡ്വാർഫുകൾ. പക്ഷേ ഏറ്റവും ശക്തമായ ബ്രൗൺ ഡ്വാർഫുകളുടെ സിഗ്നൽ പോലും ഈ പുതിയ സിഗ്നലിന്റെ കോടിക്കണക്കിന് മടങ്ങ് ദുർബലമാണ്. അപ്പോൾ ഇതിനു പിന്നിൽ ബ്രൗൺ ഡ്വാർഫുകൾ അല്ല എന്നതും തീർച്ചയാണ്. എങ്കിൽ പിന്നെ ഈ നിഗൂഢ സിഗ്നലിന്റെ പിന്നിൽ എന്താണ്? GPM J183910 പിന്നിലെ രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ നിലവിൽ നമുക്ക് സാധിച്ചിട്ടില്ല. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ബഹിരാകാശ വസ്തുവും ഈ സിഗ്നലിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നതല്ല.
ഇനി വേണമെങ്കിൽ ഇതിന് പിന്നിൽ അന്യഗ്രഹ ജീവികളാണെന്ന് പറയാം. പക്ഷേ അതും വെറും ഒരു സംശയം മാത്രമായിട്ടേ പരിഗണിക്കാനാവുകയുള്ളൂ. ഒരുപക്ഷെ മാഗ്നറ്റാറിനെയും പൾസാറുകളെയും വൈറ്റ് ഡ്വാർഫിനെയും ഒക്കെ പോലെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മറ്റെന്തെങ്കിലും വസ്തുവായിരിക്കും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും വസ്തുവിൽ തന്നെ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത എന്തെങ്കിലും പ്രതിഭാസവുമായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ഈ നിഗൂഢതയുടെ മറയും ഒരിക്കൽ നമ്മൾ നീക്കുക തന്നെ ചെയ്യാം. ഈ വസ്തു എന്തായിരിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.